ഹലോ ഫ്രണ്ട്സ്, ഇലക്ട്രിക് ആൻഡ് പ്ലംബിംഗ് ടിപ്പിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെയൊക്കെ വീട്ടിലെ വാട്ടർ ടാപ്പ് അടയുന്നതിനെ സംബന്ധിച്ച് ഒരു പരിഹാര മാർഗം എന്നതിനെ പറ്റിയാണ്. അപ്പോൾ ഈ ടാപ്പിൽ കണ്ടില്ലേ, ഫുള്ള് കരട് വന്ന് അടഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, എന്നും ഇതിപ്പോൾ ക്ലീൻ ചെയ്യാം, എന്നും ഇങ്ങനെ ക്ലീൻ ചെയ്യലൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ എന്ത് ചെയ്യണം, ഇതിനൊരു ലൈൻ ഫിൽറ്റർ ഫിറ്റ് ചെയ്തതിന് ശേഷം ആ ലൈൻ ഫിൽറ്റർ എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നുള്ളത് വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ കണ്ടില്ലേ, ഈ ടാങ്കിൽ നിന്ന് ഇറങ്ങുന്ന പൈപ്പിലോട്ട് നമ്മൾ ഈ ഫിൽറ്റർ ഫിറ്റ് ചെയ്യണം. അതിൻ്റെ മുകളിലായിട്ട് വാൾവ് പൂട്ടിയതിന് ശേഷം നമ്മൾ ഫിൽറ്റർ അയച്ചതിന് ശേഷം വെള്ളം കുറേശ്ശെ പുറത്തേക്ക് വിടുന്നുണ്ട്. അതെന്തിനാ, അതിൽ അയക്കൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട്. ഒന്നുകൂടി വാൾവ് തുറക്കും, എന്നിട്ട് വെള്ളം കുറച്ച് പുറത്തേക്ക് തള്ളി വിട്ടതിന് ശേഷം വീണ്ടും വാൾവ് ഓഫ് ചെയ്യും. വാൾവ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ആ സ്പാൻഡറായിട്ട് ഫിൽറ്ററിൻ്റെ ഒപ്പം കിട്ടുന്നതാണ് ആ സ്പാൻഡർ വെച്ച് അയക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫിൽറ്റർ പൊട്ടിപ്പോണത് ശ്രദ്ധിക്കണം. എന്നിട്ട് എന്ത് ചെയ്യും, അത് അയച്ചതിന് ശേഷം അതിനകത്തുള്ള വാഷറുകൾ ഒന്ന് അയച്ചെടുക്കും. അപ്പോഴേ അതിൻ്റെ പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുള്ളൂ. അപ്പം നമുക്കൊന്ന് അയച്ചു നോക്കാം. അയച്ചു നോക്കിയതിന് ശേഷം കറുപ്പ് സ്റ്റിക്കുമേ ചുവന്ന കളറിൽ കുറേ റബ്ബർ ബുഷുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം എടുത്തതിന് ശേഷം നമ്മൾ ഓരോന്ന് ഇപ്പോൾ ഇതിനെ കണ്ടില്ലേ, ഓരോന്ന് ബക്കറ്റിലെടുത്തതിന് ശേഷം അതിനകത്ത് ഇട്ടിട്ട് ഫുള്ള് നല്ലവണ്ണം ക്ലീൻ ചെയ്യണം. പിന്നെ നമ്മൾ പൈപ്പിൽ വെള്ളം തിരിച്ചതിന് ശേഷം നല്ലപോലെ കേകിയതിന് ശേഷം മാത്രമേ നമ്മൾ ഫിറ്റ് ചെയ്യാവൂ. ഇപ്പം നമ്മൾ നല്ലവണ്ണം കേകി, ഇനി എന്ത് ചെയ്യണം, ആ റബ്ബർ ബുഷ് നല്ലപോലെ അയക്ക് കളഞ്ഞതിന് ശേഷം കണ്ടില്ലേ, അതിൽ നല്ല കലങ്ങിയ വെള്ളം, അങ്ങനെ നല്ല ചളി ഉണ്ടാവും. മാസത്തിൽ ഒരിക്കലെങ്കിലും ഇത് ക്ലീൻ ചെയ്യണം. അല്ലെങ്കിൽ എന്താണ്, അയക്ക് പറ്റിയിട്ട് ആ അയക്ക് നമ്മളെ വെള്ളത്തിലോട്ട് വരും, നമുക്ക് വെള്ളത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും. ഇനി നമുക്ക് നമ്മൾ സ്റ്റിക്കുമിലോട്ട് ഇത് ഫിറ്റ് ചെയ്യാം. കണ്ടില്ലേ, വെള്ളം നല്ല കലങ്ങിയ വെള്ളമാണ്. ഇനി നമുക്ക് അതിലേക്ക് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അയച്ച വാഷറുകൾ ഒറ്റൊന്നും പുറത്തേക്ക് പോകരുത്, മുഴുവനായിട്ടും അതിൽ ആഡ് ചെയ്യണം. അല്ലെങ്കിൽ എന്താണ്, നമ്മൾ ആ ഗ്യാപ്പിലൂടെ കരടുകളൊക്കെ വെള്ളത്തിന് വയ്ക്കിലൂടെ അങ്ങോട്ട് ടാപ്പിലോട്ട് പോകും. അത് നല്ലപോലെ ശ്രദ്ധിക്കണം. എല്ലാം നല്ലപോലെ അതിന്മേൽ ടൈറ്റാക്കിയിട്ട് വേണം. അപ്പോൾ നമ്മളെല്ലാം സെറ്റാക്കി. ഇനി നമ്മൾ ഒന്നുകൂടി ടാപ്പ് തിരിച്ച് കഴുകിയതിന് ശേഷം നമ്മൾ അതിനകത്ത് ഫിറ്റ് ചെയ്യുകയാണ്. ഫിറ്റ് ചെയ്ത് ടൈറ്റാക്കി, കൈയേറ്റൊന്ന് തിരിച്ച് ടൈറ്റാക്കിയതിന് ശേഷം ഇതിനെ പറ്റിയുള്ള സൈസ് പറയുകയാണെങ്കിൽ ഇത് 1 ഇഞ്ച് മുതൽ 1.25, 1.5 ഇഞ്ച്, 2 ഇഞ്ച് വരെ നമുക്ക് കടയിൽ ഫിൽറ്റർ അവൈലബിൾ ആണ്. നമുക്ക് ഏതാണോ പൈപ്പ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മൾ ഈ ഫിൽറ്റർ വാങ്ങണം. ഈ ഫിൽറ്ററിനെ സംബന്ധിച്ചുള്ളൊരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതാണ്. എങ്ങനെ ഫിറ്റ് ചെയ്യാമെന്നുള്ളതും ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തരും. ഇനി എന്ത് ചെയ്യാം, ഇതിൻ്റെ അടപ്പ് അതിന് നല്ലവണ്ണം ടൈറ്റാക്കി, റബ്ബർ ബുഷ് ഉണ്ട്, ആ റബ്ബർ ബുഷ് അതിനകത്ത് വെക്കാൻ വിട്ടുപോകരുത്. എന്നിട്ട് വലിയ ടൈറ്റാക്കാൻ പാടുള്ളൂ കൈയ്യേറ്റ്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, അതിനകത്ത് ചെറിയൊരു അടപ്പുണ്ട്, അത് ആ അടപ്പ് ഇട്ടതിന് ശേഷം ടൈറ്റ് ചെയ്തിട്ട് ഈ സ്പാൻഡറിനകത്ത് തന്നെ 2 വിധത്തിൽ അതിൻ്റെ
സ്പാൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് ചെറിയത് ലോക്ക് ചെയ്യാനും ആ വലിയ ഭാഗം ലോക്കാക്കാനും. അപ്പോൾ ചെറിയ ഭാഗം ഉപയോഗിച്ച് ചെറുത് നല്ലവണ്ണം ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, കാരണം പൊട്ടിപ്പോകും. വലുത് നല്ലവണ്ണം ടൈറ്റാക്കിയതിന് ശേഷം അത് സെറ്റായി ഉറപ്പ് വന്നാൽ പിന്നെ തിരിക്കാൻ പാടില്ല, അത് പൊട്ടിപ്പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇലക്ട്രീഷ്യന്മാരല്ലാതെ വീട്ടുകാരൊക്കെ ചെയ്യുമ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കണം, കാരണം നമുക്ക് അത്ര എക്സ്പീരിയൻസ് ഉണ്ടാവില്ലല്ലോ. എന്നിട്ട് എന്ത് ചെയ്യുക, വാൾവ് തുറക്കുക. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇതുപോലെ ഒരു ഫിൽറ്റർ വെച്ചാൽ മുമ്പ് കാണിച്ചില്ലേ, ആ ടാപ്പ് അടയുന്ന പ്രശ്നം പരിപൂർണമായിട്ട് പരിഹരിക്കാൻ കഴിയും. ഇത് നിങ്ങൾ കണ്ടില്ലേ, വെള്ളം നല്ല ഫോഴ്സിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയുമായി കാണാം.